കേരള PSC 2025 നടത്തുന്ന ഡിഗ്രി ലെവൽ പ്രീലിം എക്സാമിനും അതേപോലെ തന്നെ 10th ലെവൽ മെയിൻ എക്സാമിനും മറ്റ് +2 ലെവൽ പരീക്ഷയ്ക്കൊക്കെ ഗുണപ്രദമാവുന്ന രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് ആരംഭിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വീഡിയോ ക്ലാസ് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മളിവിടെ തെരഞ്ഞെടുത്തിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ സുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. താഴെ പറയുന്ന ഉത്തരങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ മുകളിൽ പറഞ്ഞതെല്ലാം ശരി എന്ന് ഓപ്ഷൻ എയിൽ കൊടുത്തു. ഓപ്ഷൻ ബിയിൽ 1, 2 മാത്രം, ഓപ്ഷൻ സിയിൽ 1, 2, 3 മാത്രം, ഓപ്ഷൻ ഡിയിൽ 1, 2, 4 മാത്രം. ഇവിടെ നമുക്ക് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 മാത്രം എന്നതാണ് ശരി. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ച ആരുടെ കാലഘട്ടത്തിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അതേപോലെ സ്വാതി തിരുനാൾ രാമവർമ്മ സുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി. ആരുടെ കാലഘട്ടത്തിലാണ് സുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി എന്ന് വെച്ചാൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്താണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. ഇനി അവസാനം ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ 4ാമത് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി എന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രീവിയസ് ആയിട്ട് പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷകൾക്ക് അത് ഗുണപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 4ാമത്തെ തെറ്റാണെന്ന് പറഞ്ഞു, അതിന്റെ ഉത്തരവ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും. സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി എന്നതിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ആധുനിക തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ആരെന്ന് വെച്ചാൽ റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ആരുടെ കാലഘട്ടത്തിലാണ്? റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. ആധുനിക തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ അടിമക്കച്ചവടം ആരാണ് നിരോധിക്കുന്നത്? റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗൗരി എന്നതിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അടിമക്കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അടിമക്കച്ചവടം എന്ന് പറയുന്നത് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് അവിടെ ഗൗരി എന്നതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റാണി സേതു ലക്ഷ്മിബായി ഉണ്ട്, റാണി ഗൗരി ലക്ഷ്മിബായി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് റാണി ഗൗരി ലക്ഷ്മിബായി ആണ് അടിമക്കച്ചവടം നിരോധിച്ചത്. അത് ഓർക്കാൻ വേണ്ടിയിട്ട്, അടിമക്കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള സംഭവമാണ്. അതൊരു ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. ആ ഒരു രീതിയിൽ നിന്ന് ഗൗരിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഇനി മൃഗബലിയും ദേവദാസി സമ്പ്രദായവും പൂരപ്പാട്ടും ഒക്കെ നിരോധിച്ചതാരാ? റാണി സേതു ലക്ഷ്മിബായി ആണ്. അപ്പൊ റാണി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് മൃഗബലി നിരോധിക്കുന്നത്, ദേവദാസി സമ്പ്രദായമൊക്കെ നിരോധിക്കുന്നത്. അപ്പോൾ മൃഗബലി, ദേവദാസി സമ്പ്രദായം, പുരപ്പാട്ട് ഇതൊക്കെ നിരോധിക്കുന്നത് റാണി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ സേതു ദേവ അങ്ങനെ ഒന്ന് വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു പോയാൽ മതി. സേതു ദേവ, സേതു ദേവ, സേതു ദേവ. പിന്നെ എന്താണ്? മൃഗബലി നിരോധിക്കുന്നു. സേതു ദേവ മൃഗബലി നിരോധിക്കുന്ന കാരുടെ കാലഘട്ടത്തിലാണ്? നമ്മുടെ റാണി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ മൃഗബലി നിരോധിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. അതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? നമുക്കറിയാം മൃഗങ്ങളൊക്കെ ഒരു സാധുക്കളായ ജീവിയാണ് അല്ലെ? മൃഗങ്ങളെല്ലാം ഒരു സാധുക്കളായ ജീവിയാണ്. ആ സാധുക്കളെയൊക്കെ എന്തിനാണ് നമ്മൾ കൊല്ലുന്നത്? അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സാധു സേതു മൃഗബലി, സാധു സേതു മൃഗബലി. പിന്നെ ദേവ, സേതു ദേവ, സേതു ദേവ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇതൊക്കെ നിരോധിക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? റാണി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. ഇനി സുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. നമുക്കറിയാം സുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ച എണ്ണയിലെ കൊണ്ടുപോയിട്ട് കൈമുക്കും. പൊള്ളുകയാണെങ്കിൽ എന്താ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ഒരു തെറ്റായ കീഴ്വഴക്കം അന്ന് തിരുവിതാംകൂറിലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓർക്കണം, എവിടെയാ കൊണ്ടുപോയിട്ട് നമ്മുടെ കൈ മുക്കുന്നത്? ഈ തീയിൽ തിളച്ച് നിൽക്കുന്ന എണ്ണയിലൊക്കെ ആയിരിക്കും. ആ തീ പിടിച്ചാൽ മതി. സ്വാതി എന്നതിലെ തീയും സുചീന്ദ്രം കൈമുക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഈഴവർ, മണ്ണാന്മാർ, ചെട്ടിയാർ തുടങ്ങിയവർ നൽകിയിരുന്ന തലവരിപ്പണം നിരോധിച്ചുമാരാണ്? റാണി ഗൗരി പാർവതിബായി ആണ്. എന്താണ്? റാണി ഗൗരി പാർവതിബായി ആണ് ഈഴവർ,
മണ്ണാന്മാർ, ചെട്ടിയാർ തുടങ്ങിയവർ നൽകിയിരുന്ന തലവരി പണം നിരോധിച്ചതും ആരാണ്? റാണി ഗൗരി പാർവതിബായാണ്. റാണി ഗൗരി പാർവതിബായാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ്? റാണി ഗൗരി പാർവതിബായാണ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ തലവരി എന്ന് എഴുതൂലേ, തലവരി ഇത്രയൊന്നും എടുത്താൽ മതി. തലവരി ഗൗരി, തലവരി ഗൗരി, ഏകദേശം ഒരേപോലെ ഇല്ലേ? തലവരി ഗൗരി, കണ്ടോ? പറയുമ്പോൾ ഏകദേശം ഒരേപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു തവണ ഇതൊന്നും കേട്ടാൽ മതി, ബാക്കി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് ഓപ്ഷനിലോട്ട് തന്നെ പോകുന്നതായിരിക്കും. അപ്പൊ തലവരി, അതിലെ ഗൗരി വരി, ഗൗരി വരി, ആ ഒരു രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമ്മുടെ അടുത്ത ഇതിലേക്ക് വരാം. നായന്മാർക്കും ഈഴവർക്കും മറ്റും സ്വർണത്തിലും വെള്ളിയിലും ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം നൽകിയതുമാരാ? റാണി ഗൗരി പാർവതിബായാണ്. നായന്മാർക്കും ഈഴവർക്കും മറ്റും എന്താണ് സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം നൽകിയതും റാണി ഗൗരി പാർവതിബായാണ്. ജാതി പദവി ഭേദമന്യേ എല്ലാവർക്കും വീട് ഓടുമേയാൻ അനുവാദം നൽകിയതും ആരാ? റാണി ഗൗരി പാർവതിബായാണ്. ആരാണ്? റാണി ഗൗരി പാർവതിബായാണ്. ജാതി പദവി ഭേദമന്യേ എല്ലാവർക്കും വീട് ഓടുമേയാൻ അനുവാദം നൽകിയതുമാരാണ്? റാണി ഗൗരി പാർവതിബായാണെന്ന കാര്യം ഓർക്കുക. റാണി ഗൗരി പാർവതിബായാണ്. അപ്പൊ നായന്മാർക്കും ഈഴവർക്കും മറ്റും സ്വർണത്തിലും വെള്ളിയിലും ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം നൽകിയത് റാണി ഗൗരി പാർവതിബായാണ്. അതേപോലെ തന്നെ ജാതി പദവി ഭേദമന്യേ എല്ലാവർക്കും വീട് ഓടുമേയാൻ അനുവാദം നൽകിയത് റാണി ഗൗരി പാർവതിബായാണ്. അപ്പൊ ഇവിടെ ഓടുമേയാനുള്ള അനുവാദം നൽകിയത് റാണി ഗൗരി പാർവതിബായാണ്. അതേപോലെ തന്നെ സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ നായന്മാർക്കും ഈഴവർക്കും ഒക്കെ അണിയാനുള്ള അവകാശം കൊടുത്തതും റാണി ഗൗരി പാർവതിബായാണ്. ഇനി അടുത്തത്, ചാരാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിയതാരാ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 ജൂലൈ 26. ചാനാർ ലഹള നടന്ന വർഷം ചോദിച്ചിട്ട് ഈ വർഷമാണ് ചിലപ്പോൾ തരിക. ചിലപ്പോൾ ഒന്നാം ചാനാർ ലഹള എന്ന് പറയുമ്പോൾ 1822 എന്ന് പറയും. അപ്പോൾ അവിടെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിയതാരാ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള പൊതുവഴികൾ എല്ലാ ജാതിക്കാർക്കും തുറന്നു കൊടുത്തതാരാ? റാണി സേതു ലക്ഷ്മിബായാണ്. റാണി സേതു ലക്ഷ്മിബായാണ്. റാണി തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ച ഗൗരി ലക്ഷ്മിബായി, ഇവിടെ ആരാ? സേതു ലക്ഷ്മിബായാണ്. സേതു ലക്ഷ്മിബായാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ സേതു ദേവ, സാധു ജീവികളാണ്, അപ്പൊ മൃഗബലി നിർത്തലാക്കിയത്. ഇനി ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള പൊതുവഴികൾ എല്ലാ ജാതിക്കാർക്കും തുറന്നു കൊടുത്തതാരാ? റാണി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്, 1928. അപ്പൊ ചുറ്റുമുള്ള പൊതുവഴികൾ എല്ലാ ജാതിക്കാർക്കും തുറന്നു കൊടുത്തത് സേതു ലക്ഷ്മിബായാണെന്ന കാര്യം ഓർക്കുക. റാണി സേതു ലക്ഷ്മിബായാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ക്ഷേത്രപ്രവേശനം എല്ലാ ജാതിക്കാർക്കും അനുവദിച്ചാരാ? 1936 നവംബർ 12 ചിത്തിര തിരുനാളാണ്. അപ്പൊ ഇത് രണ്ടും പരസ്പരം മാറിപ്പോരുത്. പൊതുവഴികൾ അത് തുറന്നു കൊടുത്തത് 1928 റാണി സേതു ലക്ഷ്മിബായി ആണ്. എന്നാൽ ക്ഷേത്രപ്രവേശനം എല്ലാ ജാതിക്കാർക്കും അനുവദിച്ചതാരാ? ചിത്തിര തിരുനാളാണെന്ന കാര്യം ഓർക്കുക. വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള പൊതുവഴികൾ എല്ലാ ജാതിക്കാർക്കും തുറന്നു കൊടുത്തത് റാണി സേതു ലക്ഷ്മിബായി ആണ്. റാണി സേതു ലക്ഷ്മിബായി ആണെന്ന കാര്യം ഓർക്കുക. അതേ സമയത്ത് ഈ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശനം എല്ലാ ജാതിക്കാർക്കും അനുവദിച്ചത്. ഇനി അടുത്തത്, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാ? റാണി ഗൗരി പാർവതിബായി. അത് പിന്നെ സിമ്പിളാണ്. പ്രാഥമികം എന്നതിലെ പ്രായും പാർവതിയിലെ പായും കണക്ട് ചെയ്ത് വെച്ചാണ് നമ്മളത് ഓർത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അടിമത്തം നമ്മൾ പഠിച്ചു. ആരാണ് അടിമത്തം ഇതാക്കിയതെന്ന് വെച്ചാൽ നമ്മളവിടെ പഠിച്ചു കഴിഞ്ഞു. ആരാണ് അടിമത്തം? ഗൗരിയാണ്. ഗൗരവത്തോടെ കണ്ടു. അതേപോലെ തന്നെ മൃഗബലി പഠിച്ചു. പിന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? സേതു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു. എന്ത്? മൃഗബലിയും പഠിച്ചു. അതുപോലെ തന്നെ ദേവദാസിയും പഠിച്ചു. പിന്നെ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴികളൊക്കെ തുറന്നു കൊടുത്തു. അതിനുശേഷം നമ്മൾ ചിത്തിര തിരുനാളിനെ കുറിച്ച് പഠിച്ചു. ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നു തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതിബായി. എത്രയോ തവണ PSC റിപ്പീറ്റായി ചോദിച്ച ഒരു ചോദ്യമാണ്. 1817 ജൂൺ 17 പ്രാഥമിക വിദ്യാഭ്യാസം സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ചു. ഇതിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും വിദ്യാഭ്യാസത്തിന്റെ ചെലവ് ഏറ്റെടുത്തു.
ഇവിടെ ഈ വർഷം SCERT വർഷമാണ്, ഇത് ചോദിച്ചിട്ടുമുണ്ട്. ഈ വർഷം ഓർത്തിരുന്നു 1817. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ്. അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് എന്താ പഠിച്ചത്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി റാണി ഗൗരി പാർവതിബായി, സൗജന്യമാക്കി ആര്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. അപ്പോൾ എന്താ അതെങ്ങനെ ഓർത്ത് വെക്കാം? നമ്മൾ ഈ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നിർബന്ധമാക്കി ആരാണ്? റാണി ഗൗരി പാർവതിബായി. അപ്പോഴും ചില ആൾക്കാർ മൂലയ്ക്ക് പോയിരിക്കുകയാണ്. എന്താണ്? അവർക്ക് വരാനൊന്നും പറ്റുന്നില്ല അല്ലെ? അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മൂലയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ എന്താക്കി? സൗജന്യമാക്കി. പണമൊന്നും ഇല്ലല്ലോ, അപ്പം മൂലയ്ക്ക് പോയിരിക്കുകയാണ്. പണമൊന്നുമില്ല, സ്കൂളിലൊന്നും പോകാൻ പണമൊന്നുമില്ല എന്ന രീതിയിൽ മൂലയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ എന്താക്കി? ഇയാളങ്ങോട്ട് ഫ്രീ ആക്കി കൊടുത്തു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ശ്രീമൂലം, മൂല അതിൽ നിന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ എന്നൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇനി തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചതോ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കാം. ഇനി അടുത്തത് പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. ശ്രീ വിശാഖം തിരുനാൾ എന്താണ്? പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, സൃഷ്ടാവ്, സ്ഥാപകൻ, അശോകൻ, ഉരുക്കുമനുഷ്യൻ, ബിസ്മാർക്ക് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് അഞ്ചേഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. അതുപോലെ സംഗീതജ്ഞരിലെ രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നതും സ്വാതി തിരുനാളാണ്. ഇവിടെ എന്തെല്ലാം പറഞ്ഞു? പണ്ഡിതൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, സൃഷ്ടാവ്, സ്ഥാപകൻ അശോകൻ, അതേപോലെ തന്നെ ഉരുക്കുമനുഷ്യൻ, ബിസ്മാർക്ക്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ വിശേഷണങ്ങളാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. സംഗീതജ്ഞരിലെ രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. ഇനി അടുത്തത് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി ഭരണാധികാരി നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഇനി വൈസൻ രാജ, കിഴവൻ രാജ, ധർമ്മരാജ, കാർത്തിക തിരുനാൾ രാമവർമ്മേനെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. തിരുവിതാംകൂറിന്റെ വലിയ ദിവാഞ്ചി ആരാ? രാജ കേശവദാസാണ്. വലിയ ദിവാഞ്ചി രാജ കേശവദാസാണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താനോ? ഡില്ലനോയ്. ഡച്ച് സൈനിക നാവിക തലവനായിട്ടുള്ള ഡില്ലനോയ് ആണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന ആ ഒരു പദവി വഹിച്ച വ്യക്തി. ബ്രിട്ടീഷ് മാതൃകയിൽ തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ആരംഭിച്ചതാരാ? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ബ്രിട്ടീഷ് മാതൃകയിൽ തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. സെക്രട്ടേറിയറ്റിന്റെ പഴയകാല രൂപം ഹജൂർ കച്ചേരി. ഹജൂർ കച്ചേരി കൊല്ലത്ത് ആരംഭിച്ചാരാ? വേലുത്തമ്പി ദളവയാണ്. നമ്മൾ പഠിക്കാറുള്ളതാണ്. ഹജൂർ കച്ചേരി ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാ? സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. എന്നാൽ സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയെടുപ്പിച്ചാരാ? ആയില്യം തിരുനാളാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ ഹജൂർ കച്ചേരി ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാപനങ്ങളൊക്കെ തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഇത് സ്ഥാപിക്കുന്നത് വേലുത്തമ്പി ദളവയുടെ സമയത്താണ്. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നിട്ട് അത് സ്വാതി തിരുനാൾ വന്നപ്പം അത് എങ്ങോട്ട് മാറ്റി? തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പോഴും സെക്രട്ടേറിയറ്റ് ഒന്നും ആയിട്ടില്ല. പിന്നെയാണ് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുന്നത്. അപ്പൊ സെക്രട്ടേറിയറ്റ് ആയിട്ടില്ല, ആയില്യം തിരുനാൾ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഹജൂർ കച്ചേരി ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാ? സ്വാതി തിരുനാൾ. ഇനി അടുത്തിവിടെ പറയുന്നത് ആട്ടക്കഥകൾ രചിച്ചിരുന്ന തിരുവിതാംകൂർ രാജാവ് എത്രയോ തവണ ചോദിച്ചതാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജ എന്നറിയപ്പെടും. കിഴവൻ രാജ എന്നും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടു കിഴവൻ രാജ, വയസ്സൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് എന്ത്? ആട്ടക്കഥകൾ രചിച്ചിരുന്ന തിരുവിതാംകൂർ രാജാവ്. കർണാട്ടിക് സംഗീതത്തിലും വീണ വായനയിലും താല്പരനായിരുന്നത് സ്വാതി തിരുനാൾ. മോഹിനിയാട്ടത്തെ പ്രോത്സാഹിപ്പിച്ചത് സ്വാതി തിരുനാൾ. അപ്പൊ കർണാട്ടിക് സംഗീതത്തിലും വീണ വായനയിലൊക്കെ താല്പരനായിരുന്ന വ്യക്തിയാണ് സ്വാതി തിരുനാൾ. അദ്ദേഹം മോഹിനിയാട്ടത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പൊ അത് ചോദിക്കും, കർണാട്ടിക് സംഗീതത്തിലും വീണ വായനയിലും താല്പരനായിരുന്നു, മോഹിനിയാട്ടത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ. ആട്ടക്കഥകൾ രചിച്ചിരുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ. കഥകളിയെ പ്രോത്സാഹിപ്പിച്ചത് ഉത്രം തിരുനാൾ. കഥകളിയെ പ്രോത്സാഹിപ്പിച്ചത് ഉത്രം തിരുനാളാണ്. എന്താണ്? കഥകളിയെ പ്രോത്സാഹിപ്പിച്ചത് ഉത്രം തിരുനാളാണ്. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ കാലഘട്ടത്തെയാണ്. ശില്പകലയിൽ ആഭിമുഖ്യമുണ്ടായിരുന്നത് വിശാഖം തിരുനാളാണ്. ശില്പകലയിൽ ആഭിമുഖ്യമുണ്ടായിരുന്നത് ആരാണ്? വിശാഖം തിരുനാളാണ്. അപ്പൊ വിശാഖം തിരുനാളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ പഠിച്ചത്? പണ്ഡിതൻ അല്ലെ?
പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാളാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്, ശില്പകലയിൽ ആഭിമുഖ്യമുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ആര്? വിശാഖം തിരുനാൾ. ഇനി അടുത്തത് കണ്ടെഴുത്ത് വിളംബരം 1856 പ്രസിദ്ധപ്പെടുത്തിയത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ്. കണ്ടെഴുത്ത് വിളംബരം. പണ്ടാരപ്പാട്ട് വിളംബരം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1865 ആയില്യം തിരുനാളാണ് അത് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാള്. പിന്നെ ജന്മികുടിയാൻ വിളംബരം 1867 ആയില്യം തിരുനാള്. ജന്മികുടിയാൻ റെഗുലേഷൻ ആക്ട് 1896 ശ്രീമൂലം തിരുനാള്. നായർ റെഗുലേഷൻ ആക്ട് 1923 സേതു ലക്ഷ്മിബായി. ഇതൊക്കെ ഒരുമിച്ച് പഠിക്കാം. കണ്ടെഴുത്ത് വിളംബരം 1856 പ്രസിദ്ധപ്പെടുത്തിയത് തിരുവിതാംകൂർ രാജാവ് ആരെന്ന് വെച്ചാൽ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ്. ഇനി പണ്ടാരപ്പാട്ട വിളംബരം ചോദിച്ചാൽ ആയില്യം തിരുനാളാണ്. 1865 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജന്മിക്കുടിയാൻ വിളംബരം 1867 ആയില്യം തിരുനാൾ. ജന്മിക്കുടിയാൻ റെഗുലേഷൻ ആക്ട് 1896 ശ്രീമൂലം തിരുനാൾ. അതേപോലെ തന്നെ നമ്മുടെ നായർ റെഗുലേഷൻ ആക്ട് 1923 സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. ഇനി അടുത്തത് തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടത്തിയത് സ്വാതി തിരുനാളാണ് 1830. എന്നാൽ ക്രമീകൃത സെൻസസ് ആയില്യം തിരുനാളാണ് 1875. ധർമാശുപത്രി കൊണ്ടുവരുന്നത് സ്വാതി തിരുനാളാണ്. ഭ്രാന്താശുപത്രി ആയില്യം തിരുനാളാണ്. വാന നിരീക്ഷണ കേന്ദ്രം സ്വാതി തിരുനാളാണ് കൊണ്ടുവരുന്നത്. നേപ്പിയാർ മ്യൂസിയം ആയില്യം തിരുനാളാണ്. കോട്ടയം നഗരത്തിന് ശില്പി ആരാ? ടി രാമറാവു ആണ്. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പിയോ? രാജ കേശവദാസ്. വർക്കല പട്ടണത്തിന്റെ ശില്പി ആരാ? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ബാലരാമപുരം പട്ടണത്തിന്റെ ശില്പിയോ? ഉമ്മിണിത്തമ്പി. ചാളക്കമ്പോളത്തിന്റെ ശില്പി രാജ കേശവദാസ് എന്നീ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. കോട്ടയം നഗരത്തിന്റെ ശില്പി ടി രാമറാവു. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി രാജ കേശവദാസ്. വർക്കല പട്ടണത്തിന്റെ ശില്പി അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ബാലരാമപുരം പട്ടണത്തിന്റെ ശില്പി ഉമ്മിണിത്തമ്പി. ചാലക്കമ്പോളത്തിന്റെ ശില്പി രാജ കേശവദാസ്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് കോട്ടയം നഗരത്തിന്റെ ശില്പി നമ്മൾ പഠിച്ചു. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയകോയി തമ്പുരാനെ തടവിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാളാണ്. കേരളവർമ്മ വലിയകോയി തമ്പുരാനെ മോചിപ്പിച്ചതാരാ? ശ്രീ വിശാഖം തിരുനാളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ്? ശ്രീ വിശാഖം തിരുനാളാണ്. അപ്പോൾ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാ? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. അദ്ദേഹത്തെ തടവിലാക്കിയതാരാ? ആയില്യം തിരുനാൾ. അദ്ദേഹത്തെ മോചിപ്പിച്ചതാരാ? വിശാഖം തിരുനാൾ. വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്തത് സ്വാതി തിരുനാളാണ്. അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ആരായിരുന്നു ദിവാൻ എന്ന് വെച്ചാൽ പി രാജഗോപാലാചാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാൻ ആരെന്ന് വെച്ചാൽ പി രാജഗോപാലാചാരിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്ത കുറേ പേപ്പറിൽ നിന്നൊക്കെ ആയിട്ട് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ. ഇതെല്ലാം പലപ്പോഴായിട്ട് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നമുക്കറിയാം ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്ന മേഖലകളൊക്കെ തന്നെ ഏകദേശം സെയിം ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു പ്രിലിം എക്സാമിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യണം. എന്നിട്ട് അത് ഏതെല്ലാം ടോപ്പിക്കുകളാണ് അവിടെ ചോദിക്കുന്നത് നിങ്ങൾക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ PSC ചോദിക്കുന്ന ചില മേഖലകളുണ്ടായിരിക്കും. അപ്പോൾ ആ മേഖലകൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പഠിക്കാനായിട്ട്. എന്തായാലും നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തിയ ഈ ഒരു ചോദ്യം, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ചോദ്യവും ഇതേപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.